ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ JSX ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് പോകുന്നത്. സോ നമുക്ക് JSX എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ബിഹേവിയർ എന്നും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മളിവിടെ കുറച്ച് JSX കോഡ് എഴുതാൻ പോവുകയാണ്. നമുക്ക് കോഡ് പെൻ യൂസ് ചെയ്ത് കോഡ് എഴുതാൻ പറ്റും, ഞാൻ മുമ്പ് കാണിച്ച പോലെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഒട്ടും പ്രൊഫഷണൽ വേ അല്ല. അതിനുവേണ്ടി ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ എഡിറ്ററിൽ കോഡ് എഴുതി അത് എക്സിക്യൂട്ട് ചെയ്യലാണ്. അതാണ് അതിൻ്റെ പ്രൊഫഷണൽ വേ. ആക്ച്വലി നമ്മൾ ഇവിടെ ഒരു ചെറിയ റിയാക്ട് പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്, അതും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ. സോ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നമുക്ക് സ്റ്റെപ്സൊക്കെ നോക്കൂ. ഒരു ചെറിയ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റെപ്സ് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും. എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം. ഇവിടെ ആദ്യം Node.js ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഇൻസ്റ്റാൾ ക്രിയേറ്റ് റിയാക്ട് ആപ്പ്, അതിനുശേഷം ജനറേറ്റ് എ പ്രൊജക്റ്റ്, അവസാനത്തെ ബിൽഡ് എ പ്രൊജക്റ്റ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ ആദ്യം പറയുന്നത് ഒരു Node.js ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അതിനുശേഷം ഒരു റിയാക്ട് ആപ്പ് എന്ന ടൂൾ ഇൻസ്റ്റാൾ ചെയ്തതിന് അത് വെച്ചൊരു പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ JX ആയിട്ട് ഒന്നുകൂടി പരിചയപ്പെടാൻ പോകുന്നു. സോ ഇവിടെ ഈ വീഡിയോയിൽ ആദ്യം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് Node.js ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമായിരിക്കും. നമുക്ക് നോക്കാം Node.js എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊക്കെ. സോ നമുക്ക് നോക്കാം Node.js ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ആദ്യം നോക്കുക Node.js ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതാണ്, അടുത്ത സമയം കളയേണ്ട കാര്യമില്ല. ഇനി അത് ഇൻസ്റ്റാൾ ചെയ്തോ ഇല്ലയോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയില്ല. സോ അതെങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ ടെർമിനൽ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. അതിൽ -v എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി Node.js ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടും. V8 എന്നുള്ള എൻ്റെ വെർഷനാണ്, നിങ്ങളുടെ കറസ്പോണ്ടിങ് വെർഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് വെർഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ കമാൻഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് ഔട്ട്പുട്ട് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ കയ്യിൽ Node.js ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നാണ്. അതിനുവേണ്ടി നമുക്ക് Node.js ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം Node.js ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണെന്ന്. സോ ഇതാണ് ലിങ്ക്. ഈ ലിങ്ക് ബ്രൗസറിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന Node.js നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഞാൻ എൻ്റെ ബ്രൗസർ യൂസ് ചെയ്ത് ലിങ്ക് എന്താണെന്ന് വെച്ചാൽ nodejs.org/en/download. സോ ഇതിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാം. ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിൻഡോസ് ഉള്ളവർ വിൻഡോസ്, മാക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഫോർ ടെമ്പററി പർപ്പസ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഇത് നോർമൽ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയറാണ്. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ ടെർമിനൽ യൂസ് ചെയ്ത് മറുപടി ഇതേ കമാൻഡ് ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് അതേ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതേ എറർ വരികയാണെങ്കിൽ, കമാൻഡ് നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ കമാൻഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് അതേ എറർ വരികയാണെങ്കിൽ ആരും പേടിക്കണ്ട, നിങ്ങൾ ഈ ടെർമിനൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ഞാൻ പറയുകയാണ്, നിങ്ങൾ കമ്പ്യൂട്ടർ മൊത്തം റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ടെർമിനൽ மட்டுം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേ കമാൻഡ് അടിച്ചാൽ മതി, node-v. സോ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. സോ ഇവിടെ നമ്മൾ Node.js ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം.